ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു സൈക്കോളജിക്കൽ, ഒരു സൂപ്പർ നാച്ചുറൽ ക്രൈം ത്രില്ലർ ഹൊറർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഡയറി എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുന്നേ സംസാരിച്ചതുപോലെ തന്നെ മൂവിയുടെ വൺ ലൈൻ ഞാൻ അധികം അങ്ങനെ പറയാത്തതാണ്. പക്ഷെ ഈ ഒരു മൂവിയുടെ വൺ ലൈൻ പറഞ്ഞാലേ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവും. തന്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ട് തന്റെ മകളെയും കൂട്ടി പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുന്ന ഹീറോയിൻ. ആ ഒരു വീടിനകത്ത് നിന്നും ഇവർക്കൊരു പെട്ടി കിട്ടുന്നു. ആ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു സീരിയൽ കില്ലറാണ്. അതുമല്ല, ആ ഒരു പെട്ടിക്കുള്ളിലെ ഡയറിക്കുള്ളിലെ ആ ഒരു സീരിയൽ കില്ലർ ചെയ്തിരുന്ന എല്ലാ കൊലപാതകങ്ങളും ഓരോന്നായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഹീറോയിനായാലും ഓക്കെ ഇത് ആരുടെയോ പെട്ടിയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പെട്ടി കൊണ്ടുവന്ന് വെളിയിൽ വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ട് വീണ്ടും വീടിനകത്തേക്ക് വന്ന് നോക്കുമ്പോൾ വെളിയിൽ കൊണ്ടിട്ട് അതേ പെട്ടി വീടിനകത്തിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എവിടെ ഇരിക്കുന്ന ഒരു സീരിയൽ കില്ലർ എഴുതുന്ന കാര്യം ഹീറോയിന്റെ വീട്ടിലെ ആ ഒരു ഡയറിക്കുള്ളിൽ എങ്ങനെയാണ് വരുന്നത്? ഇതിനെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ തല കറക്കുന്ന രീതിയിലുള്ള സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂസ്ഡ് ആവും, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ മറക്കാതെ ഒരു ലൈക്കും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ചെറിയൊരു ക്ലിപ്പ് ഇങ്ങനെ കാണിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നിക്ക എന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടി നെൽസൺ എന്ന് പറഞ്ഞിട്ട് ഒരു പേരും വിളിച്ച് കാടിനുള്ളിലൂടെ നടന്നിങ്ങനെ പോകുന്നു. സത്യത്തിൽ നിക്ക എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ നായ്ക്കുട്ടിയുടെ പേരാണ് നെൽസൺ. അങ്ങനെ കുറച്ചുള്ളിലേക്ക് നടന്നു വരുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, ആ ഒരു നായ്ക്കുട്ടി കാടിനകത്ത് എന്തോ ഒരു അപകടം പറ്റിയിട്ട് നല്ലതുപോലെ കരയാണ്. ആ ഒരു സമയത്ത് നിക്കയുടെ അച്ഛനായിട്ടുള്ള ബെൻ അവിടേക്ക് വന്നിട്ട് നിക്കയെ കാറിലിരുത്തി ആ ഒരു നായ്ക്കുട്ടിനെ എടുത്തുകൊണ്ട് വന്ന് അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ നിക്കയുടെ അമ്മയായിട്ടുള്ള നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് വന്ന് ആ ഒരു ഡോർ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ നിക്കയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു നായ്ക്കുട്ടിയുടെ ദേഹത്ത് ഒരു കത്തി കുത്തിയിട്ടുണ്ട്. അപ്പോഴേ തന്നെ നിക്ക പറയുന്നുണ്ട്, അമ്മ നോക്ക്, നെൽസൺ ഇപ്പൊ കരച്ചിൽ നിർത്തി എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു സീൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തതിനു ശേഷം അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ നിക്കയെ കാണാൻ വേണ്ടി ഒരു മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂക്ക് എന്ന് പറഞ്ഞൊരു ഡോക്ടർ നിക്കയുടെ മുന്നിൽ ഇരുന്നിട്ട് ഒരു ചെറിയ നായ്ക്കുട്ടിയുടെ പാവ എടുത്ത് വെച്ച് നിക്ക ഇപ്പോൾ നമ്മൾ നെൽസണുമായിട്ട് കളിക്കാൻ പോവാണ് എന്നിങ്ങനെ പറയുമ്പോൾ നിക്ക പറയും, അങ്കിൾ ഇത് നെൽസൺ അല്ലാന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, നെൽസൺ മരിച്ചിട്ട് ഒരുപാട് നാളായി എന്നും പറഞ്ഞ് അവള് വീണ്ടും ഒരു പാവ എടുത്തതിനെ വെച്ച് കളിക്കാണ്. അവിടെ വെച്ച് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോയിനും നിക്കയും അവർ വാങ്ങിയിട്ടുള്ള പുതിയ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വെളിയിലൊരു സെക്യൂരിറ്റി ഉണ്ട്. ഈ ഒരു സെക്യൂരിറ്റി തുറക്കാതെ ആർക്കും ഉള്ളിലേക്ക് പോകാൻ പോലും കഴിയത്തില്ല. അങ്ങനെ രണ്ടുപേരും വീടിനകത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ നിക്ക് പറയും, അമ്മ എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, പിസ്സ ഉണ്ടാക്കാൻ പറയുമ്പോൾ ഹീറോയിൻ പറയും, ആദ്യം എന്തായാലും പോയി കുളിക്ക്, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും നോക്കാന്ന് പറയുമ്പോൾ നിക്ക് ആയാലും അവിടെ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് ആ ടേബിളിൽ ഇരിക്കുന്ന ഒരു ലൈറ്റ് ഉണ്ട്. അതിനെ കാണിക്കുമ്പോൾ അത് ചെറിയ രീതിയിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവളുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള കെവിനെ വിളിച്ചിട്ട് പറയും, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി. അതുപോലെ പഴയതുപോലെ അവള് നെൽസൺ എന്ന് പറഞ്ഞ ആ ഒരു നായ്ക്കുട്ടിനെ പറ്റി ഇപ്പൊ സംസാരിക്കുന്നത് പോലുമില്ല. ലൂക്ക് നല്ലതുപോലെ തന്നെയാണ് നിക്കയ്ക്കുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി, നാളെയാണ് സാറ്റർഡേ, നിന്റെ മകളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മറക്കരുത് എന്നുള്ള രീതിയിൽ ആ ഒരു ഫോണും കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഇവര് കിടക്കാനായിട്ട് പോവാണ്. അതേസമയം ഈ ഒരു വീടിനകത്തെ ലൈറ്റുകളെല്ലാം വീണ്ടും ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ട്. പക്ഷെ അതൊന്നും ഹീറോയിൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അവളാണെങ്കിൽ നിക്കയുടെ റൂമില് അവളോടൊപ്പം ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നിക്ക ഉറങ്ങുന്നതും ഹീറോയിൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് അവളുടെ റൂമിലേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് മുകളിലത്തെ റൂമിലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴി ഇവിടെ ഇങ്ങനെ കാണുന്നത്. അതുമല്ല, മുകളിൽ ആരോ നടക്കുന്നത് പോലെയും എന്തിലും ഇട്ട് തട്ടുന്ന ഒരു ശബ്ദവും അവൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു സംശയം തോന്നി ഹീറോയിൻ ആയാലും നേരെ മുകളിലേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഒരു ജനാല നോക്കുമ്പോഴത്തേക്കും ജനാല നല്ലതുപോലെ അടച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെളിയിൽ നിന്ന് ആർക്കും അകത്തേക്ക് വരാൻ കഴിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പുറകിൽ നിന്ന് ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡയറി, പേന, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുമല്ല ആ ഒരു കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ മുകളിലത്തെ പടിയിലേക്ക് ആരോ കയറി വരുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും നിക്കാണെന്ന് വിചാരിച്ചിട്ട് നിക്ക മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ ആ ഒരു പെട്ടി അടച്ചിട്ട് പടിയുടെ അടുത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ നിക്കയെ കാണാനില്ല. ഇതെന്ത് പറ്റിയെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു നിഴല് പോലെ അവളുടെ അടുത്തൂടെ നടന്നിങ്ങനെ മുകളിലേക്ക് കയറുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ആയാലും ആദ്യം പേടിക്കുമെങ്കിലും അത് ചിലപ്പോൾ തന്റെ നിഴലാണെന്ന് വിചാരിച്ച് അവള് നേരെ താഴേക്ക് വന്ന് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോയിൻ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണ് സെക്യൂരിറ്റി വിളിച്ചിട്ട്, മേഡം, കെവിൻ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്, അതെന്റെ എക്സ് ഹസ്ബൻഡ് ആണ്, കയറ്റി വിട്ടോ ഇതിങ്ങനെ പറയുമ്പോൾ ഹീറോയിനും കെവിനും പരസ്പര സമ്മതത്തോടെ തന്നെയാണ് ആ ഒരു ഡിവോഴ്സ് വാങ്ങിയിട്ടുള്ളത്. അതുമല്ല ഇപ്പൊ കെവിൻ ആണെങ്കിലോ മറിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയും ചെയ്തു. പിന്നെ ഒരു കോടതിയുടെ തീരുമാനം അനുസരിച്ച് ആഴ്ചയിലെ 2 ദിവസം കെവിനോടൊപ്പം നിക്കയെ പറഞ്ഞു വിടണം. അതിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് കെവിൻ ഇപ്പൊ ഈ ഒരു വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അകത്തേക്ക് വന്ന കെവിൻ ആയാലും എങ്ങനെയുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും അവളെ നല്ലതുപോലെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് നിക്ക, അപ്പൊ നമുക്ക് കടൽക്കരയിലേക്ക് പോയാലോ? എന്താ വെച്ചാ കടലിലേക്കോ? കള്ളം പറയുന്നത് നോക്ക്, നേരത്തെ എന്നോട് പറഞ്ഞത് കുതിര സവാരിക്ക് പോകാനല്ലേ, ഇപ്പൊ എന്താ കടൽക്കരയിലേക്ക്? മോളെ, അതിന് ടിക്കറ്റ് കിട്ടിയില്ല, എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം കുതിര സവാരിക്ക് പോവാം, ഇപ്പൊ എന്തായാലും കടലിലേക്ക് പോവാന്ന് പറഞ്ഞ് നിക്കയും കൂട്ടി അവിടെ നിന്ന് പോവാണ്.
അങ്ങനെ നിക്കയെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ചെറിയൊരു പേടിയുണ്ട്. കാരണം കെവിൻ മാത്രം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ മറിയ എന്ന് പറഞ്ഞ അവന്റെ ഒരു പുതിയ ഭാര്യ ഉണ്ടല്ലോ, അവളുള്ളത് കൊണ്ട് തന്റെ മകളെ അവള് ഉപദ്രവിക്കുകയോ ഇല്ല എന്നുള്ളൊരു പേടി ഹീറോയിൻ എപ്പോഴും ഉണ്ട്. അങ്ങനെ അവര് പോയതിനു ശേഷം ഹീറോയിൻ അവളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവളുടെ ചെവിയും തലയും നല്ല വേദന എടുക്കുന്നത് പോലെ ആ ഒരു സമയത്ത് ഈ ഒരു വീട്ടിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് പെട്ടെന്ന് അറിയാൻ കഴിയുന്നില്ല. ചെറിയ രീതിയിൽ എന്തോ ഇല്യൂഷൻ പോലെ അവൾക്ക് ഇങ്ങനെ വന്നു പോവാണ്. അപ്പോഴും തന്നെ ഹീറോയിൻ ചിന്തിക്കും ഈ ഒരു വീട്ടിൽ എന്തോ ഡിഫറന്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ഏജൻസി ഉണ്ടല്ലോ, ഈ ഒരു വീട് അവൾക്ക് കൊടുത്ത ആ ഒരു ഏജൻസിയെ വിളിച്ച്, അല്ല മേഡം, അല്ല നിങ്ങൾ ഈ ഒരു വീട് എനിക്ക് തരുമ്പോൾ ഇതിനു മുന്നേ ഇവിടെ താമസിച്ചിരുന്നവർ ഉപയോഗിച്ച സാധനങ്ങളൊന്നും നിങ്ങൾ എടുത്തോണ്ട് പോയില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല മേഡം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എടുത്തോണ്ട് പോയിരുന്നല്ലോ. ഓക്കെ മേഡം, എന്തായാലും ഞങ്ങൾ അവരോട് വിളിച്ച് ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് എടുത്തോണ്ട് പോയിക്കോളാന്ന് പറയുമ്പോൾ ഹീറോയിൻ ആയാലും ഓക്കെ പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക് വന്ന് ആ ഒരു പെട്ടി തുറന്ന് അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഡയറി ഉണ്ട്. ആ ഒരു ഡയറി എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരാളുടെ പേര് എഴുതിയിട്ട് അയാളുടെ വയസ്സ് മറ്റു കാര്യങ്ങളെല്ലാം എഴുതി അയാളെ എങ്ങനെയാണ് കൊന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എഴുതിയേക്കുന്നു. ആദ്യം അയാളെ മരണത്തിന്റെ ആ ഒരു വക്കിലെത്തിച്ച് അവസാനം അയാളെ കൊടൂരമായിട്ട് കൊല്ലുന്ന രീതിയിൽ അതിൽ എഴുതിയിട്ടുണ്ട്. അതും വെറുതെ ഒരാളെ കൊന്നൊന്നല്ല, ഡീറ്റെയിൽ ആയിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നത് ഈ ഒരു പെട്ടിയുടെ ഉടമ ഒരു സീരിയൽ കില്ലർ ആണെന്ന്. അതുമല്ലാതെ ആ ഒരു ബുക്കിന്റെ അവസാന ഭാഗം ഒരാള് എപ്പോഴാണോ മരിച്ചു പോകുന്നത് ആ മരിച്ചു പോകുന്ന ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം ഉൾപ്പെടെ എഴുതി വെച്ചേക്കാണ്. ഓക്കെ, ഇതും കൂടി കാണുമ്പോഴത്തേക്കും ഹീറോയിന് നല്ല പേടിയായി. ഇനി ഒരു നിമിഷം പോലും ഈ ഒരു പെട്ടിയോട് വെക്കണ്ടെന്നും പറഞ്ഞ് ആ ഒരു പെട്ടിയും പൊക്കിയെടുത്ത് നേരെ വെളിയിലേക്ക് ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുവയ്ക്കുമല്ലോ, ആ ഒരു വേസ്റ്റ് ബിന്നിന്റെ അടുത്തേക്ക് കൊണ്ടിങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് പതിയെ മുകളിലേക്ക് ആ ഒരു മുകളിലത്തെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആഹാ, അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. വെളിയിൽ കൊണ്ടുവച്ച ആ ഒരു പെട്ടി ഇപ്പോ മുകളിലിരിക്കുന്നു. ഇതും കൂടി കാണുന്നതും ഹീറോയിൻ ഇപ്പൊ എന്താണ് സംഭവിക്കുന്ന അറിയുന്നില്ല. പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോ കെവിൻ ഇപ്പൊ വിളിക്കാണ്. കെവിൻ വിളിച്ചിട്ട് ഹീറോയിനോട് സംസാരിക്കുമ്പോൾ ഹീറോയിൻ എന്തു പറ്റി, ഏത് ഹോസ്പിറ്റലിൽ ഞാൻ ഇപ്പൊ വരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ കെവിൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവനൊരു കുഴപ്പമില്ല, അവൻ ഓക്കെ ആയിട്ട് നല്ല പയർ പോലെ നിൽക്കുന്നു. വേറെ ആർക്കാ പ്രശ്നം എന്ന് വെച്ചാല് അപ്പോഴാണ് പറയുന്നത് ഇതേപോലെ നിക്ക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു കത്തി ഉപയോഗിച്ച് അവളുടെ കൈ മുറിച്ചു. അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല എന്ന് പറയുന്നതും മറിയണ്ടല്ലോ അവളാരെയും പറയുന്നുണ്ട്, ഇല്ല അതെന്റെ തെറ്റാണ്, ഞാൻ അവളെ നല്ലതുപോലെ നോക്കിയില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പെടുന്ന ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണോ എന്നെല്ലാം പറഞ്ഞ് മറിയെ വഴക്ക് പറയുന്നു. അത് കഴിയുമ്പോഴത്തേക്കും മറിയ പറയും, ഇല്ല അങ്ങനെയല്ല, നിക്കയെ കെവിൻ എന്റെ അടുത്താക്കിയിട്ടാണ് വെളിയിലേക്ക് പോയത്. ആ ഒരു സമയത്ത് കിച്ചണിൽ വന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സഹായിക്കാന്ന്, പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട, ഞാനിത് നോക്കാന്നും പറഞ്ഞിട്ട് ആ ഒരു കത്തി അവൾ എടുക്കാതിരിക്കാൻ വേണ്ടി ഡ്രോയറിൽ വെച്ച് വെളിയിൽ ഒരു ലെറ്റർ വന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിയിലേക്ക് പോയി. പക്ഷെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ നിക്കിയുടെ കയ്യിൽ ആ ഒരു കത്തി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവളുടെ കൈ നല്ലതുപോലെ മുറിയുകയും ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, ഓ സോറി, ഇതുപോലെ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു വിഷമത്തിൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല ഞാനും അവളെ നല്ലതുപോലെ നോക്കാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചേ എന്നുള്ള രീതിയിൽ നമ്മുടെ മറിയേയും പറയുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടേക്ക് വന്ന് ഇവരോട് പറയും, ഇല്ല നിങ്ങൾ പേടിക്കുന്ന രീതിയിലൊന്നുമില്ല, കയ്യിലിത്തിരി ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, കുറച്ച് ദിവസത്തേക്ക് അവളെ കൊണ്ടൊന്ന് ചെയ്യിക്കാതിരുന്നാൽ മതി, ഇപ്പൊ എന്തായാലും നിക്കയെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ഹീറോയിൻ എന്തായാലും അവളുടെ വീട്ടിലേക്ക് നിക്കയെ കൊണ്ടുപോകത്തില്ല. കാരണം അവിടെ നടക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ നിക്കയെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ പറയും, അല്ല വീട്ടിലെ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട്, അതിന്റെ പൈപ്പ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ നിക്കയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, അതുവരെ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ മറിയ പറയും, അതിനെന്താ, ഞാൻ അവളെ നല്ലതുപോലെ നോക്കാന്ന് പറഞ്ഞ് നിക്കയെ കെവിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നിക്കയാണെങ്കിലും നല്ലതുപോലെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ എന്തോ ഒരു സംശയം. ഹീറോയിൻ ചോദിക്കും, അല്ല നിന്റെ കയ്യിൽ എങ്ങനെയാ ഒരു മുറിവ് വന്നേ, ആ ഒരു കത്തി എങ്ങനെയാ നിന്റെ കയ്യിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ നിക്ക പറയും, അമ്മ അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, കയ്യിലാണെങ്കിൽ ഒട്ടും വേദനയില്ല എന്ന് പറയുമ്പോൾ നിന്റെ കൈക്ക് വേദന ഉണ്ടോ ഇല്ലേ എന്നല്ല ഞാൻ ചോദിച്ചത്, ആ ഒരു കത്തി എങ്ങനെയാണ് നിന്റെ കയ്യിൽ വന്നത്. അപ്പോഴേക്കും നിക്കയായാലും മറുപടി പറയാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കാണ്. ആ ഒരു സമയത്ത് കെവിൻ ഉള്ളിലേക്ക് വന്ന് അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ, ചെറിയൊരു അപകടം സംഭവിച്ചു അത്രമാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇനി അവളോട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട എന്ന് കെവിൻ പറയുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, നെൽസനെ അവൾ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാലോ എന്ന് ചോദിക്കുമ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, അതും ഇതുമായിട്ട് എന്താ ബന്ധം. അപ്പോഴേക്കും ഹീറോയിൻ പറയും, ശരി ഞാൻ വീട്ടിൽ പോയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ശരിയാക്കിയതിനു ശേഷം നിങ്ങളെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അടുത്തായിട്ട് പോകുന്നത് ലൂക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് വീട്ടിലുള്ള ആ ഒരു പെട്ടി ഉണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള കാര്യം ലൂക്കിനോട് പറയുമ്പോൾ ലൂക്ക് പറയും, നീ പറയുന്നത് എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല, അതിൽ ഈ ഒരു പെട്ടിയുടെ നിഗൂഢത എന്താണെന്ന് നേരിട്ട് കാണുന്നതല്ലാതെ ഞാനത് വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആയാലും ഇതുപോലെ ആ ഒരു പെട്ടി കൊണ്ടുവന്ന് താഴത്തെ മുറിയിൽ വെച്ചിട്ട് ലൂക്കിനെ കൂട്ടി നേരെ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഷോക്കിംഗ് ആയിട്ടുള്ള ആ ഒരു കാര്യം, താഴെ കൊണ്ടുവച്ച പെട്ടി ഇപ്പോൾ മുകളിലിരിക്കുന്നു. ഇത് കാണുമ്പോൾ ലൂക്കിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ലൂക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പെട്ടിക്കകത്തെ ഡയറി ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയിന് ഈ ഒരു വീട്ടിൽ സംഭവിച്ച ആ ഒരു സീരിയൽ കില്ലർ ചെയ്ത കൊലപാതകങ്ങളുടെ കാര്യം
ചെറിയ രീതിയിൽ ഒരു ഇല്യൂഷൻ പോലെ ചെറിയ രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു ഡയറി എടുത്ത് ഇങ്ങനെ വായിച്ചിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന പേരുകളുണ്ടല്ലോ, ആ പേരിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇതുവരെയും ഇവർക്ക് ആരെയും കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ലൂക്ക് പറയും, അല്ല എനിക്ക് തോന്നുന്നു ഇതാരെങ്കിലും സാങ്കല്പികമായിട്ട് എഴുതിയ ഒരു കഥയാണെന്നാണ്. അല്ലാന്നുണ്ടെങ്കിലും എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ സാങ്കല്പികമായിട്ട് ഈ ഒരു കാര്യം ഒരാൾ എഴുതണമെന്നുണ്ടെങ്കിലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോ വരിയും ഇതുപോലെ എഴുതേണ്ട ആവശ്യം എന്താണ്? അതുമല്ല അയാൾ മരിച്ചുപോയ ആ ഒരു ടൈം ഉൾപ്പെടെ. അതുമല്ലാതെ ഓരോരുത്തരും മരിക്കുന്നതിന് മുന്നേ അവർക്ക് അളവിലധികമായിട്ടുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ അവരായിട്ട് തന്നെ അവരെ കൊല്ലാൻ ആവശ്യപ്പെടുന്ന സമയത്താണ് ഈ ഒരു സീരിയൽ കില്ലർ അവരെ കൊന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അതുമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതോ ഒരു ദിവസം എന്തോ ഒരു അപകടം സംഭവിച്ചിരുന്നു. ആ ഒരു ദിവസത്തിന് ശേഷമാണ് താൻ ഒരു പൂർണ്ണമായിട്ടുള്ള സീരിയൽ കില്ലറായിട്ട് മാറിയത് എന്നും ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പോഴും ഹീറോയിൻ ആ ഒരു ഡോക്ടറിനോടൊപ്പം ചേർന്ന് ഈ ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് അതിനകത്ത് ഹീറോയിനെ പോലെ തന്നെ ഒരു മുഖം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു ചിത്രത്തിൽ കാണിക്കുമ്പോൾ അതിന്റെ മുഖത്തായിട്ട് ഈ നെറ്റിയുടെ ഭാഗത്ത് ഒരു ചെറിയ മുറിവുള്ളതുപോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ ഹീറോയിന്റെ മുഖത്ത് എന്തായാലും ആ ഒരു മുറിവില്ല. അങ്ങനെയാണെങ്കിൽ അത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ള രീതിയിൽ ഹീറോയിൻ വിശ്വസിക്കുമ്പോൾ ലൂക്ക് പറയും, അല്ല എനിക്ക് ഈ റിയ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. ഈ സീരിയൽ കില്ലറിനെ പറ്റി കൂടുതലായിട്ടും അവള് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വെളിയിലൊരു കാർ വരുന്നു. ഇത് CCTVയിലൂടെ ഹീറോയിൻ കാണുമ്പോൾ അത് വേറെ ആരുമല്ല, കെവിനാണ്. അപ്പൊ കെവിൻ എന്തായാലും ഈ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അത്രയും മതി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് നീ വീട്ടിനകത്ത് തന്നെ ഇരിക്കും, ഞാൻ പോയി നിക്കയെ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ വെളിയിലേക്ക് വന്ന് നിക്കയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കെവിനെ ഒരു വിധത്തിലും അകത്തേക്ക് വരാനായിട്ട് സമ്മതിക്കുന്നത് പോലില്ല. അങ്ങനെ നിക്കയും കൂട്ടി മുറിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നിക്ക ലൂക്കിനെ കണ്ടിട്ട് ഹീറോയിനോട് ചോദിക്കുന്നത്, അല്ലമ്മ അങ്കിൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇനിയിപ്പോ അങ്കിളാണോ അമ്മയുടെ അടുത്ത ബോയ് ഫ്രണ്ട്? ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല, നീ എന്തായാലും മുകളിലേക്ക് പോയിക്കോ എന്നും പറഞ്ഞിട്ട് നിക്കയെ മുകളിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി ഇവര് രണ്ടുപേരും കിടക്കുന്ന സമയത്ത് നിക്ക നേരെ ഹീറോയിന്റെ മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് പറയും, എനിക്ക് നല്ല പേടിയുണ്ട്, ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിക്ക ചോദിക്കും, ലൂക്ക് അങ്കിൾ എന്തിനാ വീട്ടിലേക്ക് വന്നേ? കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ, ഏയ് ഇനി അങ്ങനെ സംഭവിക്കില്ല, ഇനി പേടിയാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ കിടന്നിങ്ങനെ ഉറങ്ങുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നിക്കയുടെ റൂമിലേക്ക് വന്ന് അവൾ വരച്ച ഡ്രോയിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇനി എടുത്തു വെക്കുന്ന സമയത്താണ് അതിലൊരു ഡ്രോയിങ് കണ്ട് ഹീറോയിൻ നല്ലതുപോലെ തന്നെ പേടിച്ചു പോകുന്നു. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ലൂക്കിനെ വിളിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും, ഇത്രയും നാളും വെറുതെ ഇരുന്ന നിക്ക വീണ്ടും നെൽസനെ പറ്റിയുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി, അതുകൊണ്ട് ഇതിനെപ്പറ്റി നമുക്ക് സംസാരിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ആ ഒരു ചിത്രത്തിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നിക്ക ഒരു കാടിനകത്ത് നിൽക്കുന്നത് പോലെയും അവളുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ കയ്യിലൊരു കത്തിയുണ്ട്, മറ്റൊരു വശത്ത് മരിച്ചുപോയ ഒരു നായുള്ളതായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോഴേക്കാണ് പെട്ടെന്ന് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിച്ചിരുന്നത്. സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ടിരുന്നല്ലോ, നിക്ക കാടിനകത്തേക്ക് പോകുമ്പോൾ ആ ഒരു നായ്ക്കുട്ടിക്ക് വയ്യാതായിട്ട് അതിനെ കെവിൻ എടുത്തുകൊണ്ട് വന്ന് നിക്കയുടെ കയ്യിൽ കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു നായനെ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് കെവിൻ നേരെ കാറിന് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഹീറോയും വന്നിട്ട് ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു നായയുടെ ദേഹത്ത് കത്തി കയറിയിരിക്കുന്നത് കാണുന്നത്. സത്യം പറഞ്ഞാല് ആ ഒരു നായനെ കൊന്നത് നിക്കയാണ്. അപ്പോൾ ഹീറോയിൻ നിക്കയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ആ ഒരു നായ്ക്കുട്ടിയെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ലമ്മ നെൽസന് അത്രയും വേദനയായിരുന്നു, അവന് സഹിക്കാൻ കഴിയുന്നില്ല, ഇപ്പൊ അവൻ കരയുന്നില്ലല്ലോ, ഇപ്പൊ അവന് ആശ്വാസം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുന്നതും. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷമാണ് നിക്കയ്ക്ക് മാനസികമായിട്ടും ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം ഇവര് മനസ്സിലാക്കി ലൂക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടർ തന്നെ ഇവര് വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് ഇപ്പോ നമ്മുടെ നിക്കയെ കാണിക്കുമ്പോൾ ലൂക്ക് ഇപ്പോ അവളുടെ പുറകിൽ എന്നിട്ട്, എന്താ നിക്ക് വീണ്ടും നീ നെൽസനെ പറ്റി ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നെന്ന് പറഞ്ഞു, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ നീ നെൽസനെ കൊന്നത് വലിയ തെറ്റാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ നിക്ക പറയും, എന്ത് തെറ്റോ? നെൽസൺ ആ ഒരു വേദന ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനൊരു അവസാനം ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ലൂക്ക് പറയും, ഓ അപ്പൊ അങ്ങനെയാണല്ലേ, ശരി അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മറുപടി പറയും, മറിയയുടെ വീട്ടിലുണ്ടായിരുന്നപ്പോ ആ ഒരു കത്തിയെടുത്ത് നിന്റെ കൈ നീ മുറിച്ചത് എന്തിനാണ്? അങ്ങനെയാണെങ്കിലല്ലേ മറിയെ എല്ലാവരും വെറുക്കത്തുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ് നീ അത് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, അത് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഈ വലിയ ആളുകൾ മെച്യൂർഡ് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെ നിക്ക ലൂക്കിനോട് തന്നെ സംസാരിക്കുകയാണ്. നിക്ക നീ എത്ര കള്ളം പറഞ്ഞാലും എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയും, നെൽസനെ നീ ആ ഒരു കത്തി വെച്ച് കുത്തുമ്പോൾ അതാരും കണ്ടിരുന്നില്ല, അതേപോലെ തന്നെ മറിയയുടെ വീട്ടിൽ വെച്ച് നിന്റെ കൈ മുറിക്കുമ്പോഴും ആരും ആ ഒരു കാര്യം കണ്ടിരുന്നില്ല, അതുകൊണ്ട് നീ ഓരോ അവസരങ്ങളും പ്രയോജനപ്പെടുത്താണ് എന്നുള്ള രീതിയിൽ ലൂക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടും നിക്ക അതൊന്നും വലിയ കാര്യമാക്കുന്നത് പോലുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് ലൂക്ക് ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ അത് കേൾക്കുന്നില്ല, അവൾ ചെയ്ത തെറ്റെന്താണെന്ന് അവൾ ഒരിക്കലും സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും, അതുപോലെ രക്ഷിതാക്കൾ നിങ്ങളായതുകൊണ്ട് നിങ്ങൾ പറയുന്നത് മാത്രമേ അവൾ ഇന്നലെ കേൾക്കത്തുള്ളൂ, അവൾ ചെയ്ത ആ ഒരു തെറ്റ് അതൊരു കൊലയാണ്, അത് വലിയൊരു തെറ്റാണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഹീറോയും പറയും, എന്താ ലൂക്ക് ഈ പറയുന്നത്, നിക്ക 7 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ്, അവളോട് കൊല അത് ഇതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് മനസ്സിലാവുമെന്നാണോ എന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ചിട്ട് റിയ എന്ന് പറഞ്ഞിട്ട് ലൂക്കിന്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ,
സീരിയൽ കില്ലർമാരെ പറ്റി നല്ലതുപോലെ പഠിക്കുന്ന അവരുടെ അടുത്തേക്ക് ഈ ഒരു ഡയറിയും കൊണ്ടുവരികയാണ്. അങ്ങനെ ആ ഒരു ഡയറിയിലുള്ള ചിത്രങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് റിയ പറയുന്നത് ഇതെന്തായാലും ഒരു സീരിയൽ കില്ലർ തന്നെയാണ്. അതുമല്ല സാങ്കല്പികമായിട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും ആരെ കൊണ്ട് എഴുതാൻ കഴിയത്തില്ല. കൂടാതെ ഈ ഒരു സീരിയൽ കില്ലർ ഒരു ലേഡിയാണ്. അതുമല്ല ഇതിൽ വരച്ചിരിക്കുന്ന ആ ഒരു ചിത്രങ്ങൾ നിങ്ങൾ നോക്ക്. സാധാരണ ഒരു സീരിയൽ കില്ലർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പതിയെ സമാധാനത്തോടെ മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതിൽ വരച്ചിരിക്കുന്നത് വെച്ച് കാണുമ്പോൾ കണ്ണീര്, വേദന ഇതെല്ലാം ഒരുമിച്ച് ചേർത്താണ് വരച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ പേന വിരലുകൾക്ക് നടുവിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം വരച്ചിട്ടുള്ളത്. അതല്ല ഇതിനു മുന്നേ അവൾ കൊന്ന രണ്ടുപേരുടെ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവസാനം ബെൻ എന്ന് പറഞ്ഞൊരു പേര് എഴുതിയിട്ടുണ്ട്. ആ ഒരാളെ ഇതുവരെയും ആ ഒരു സീരിയൽ കില്ലർ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഒരുപക്ഷെ ഇനിയായിരിക്കാം ബെന്നിനെ കൊല്ലാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇതെല്ലാം കേട്ട ഹീറോയും പെട്ടെന്ന് പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങും. അപ്പോൾ ലൂക്കായാലും പുറകെ വന്നിട്ട് അല്ല നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്റെ പണം മുഴുവൻ കൊടുത്ത് അവസാനം ഞാൻ ഒരു സീരിയൽ കില്ലറിന്റെ വീടാണ് വാങ്ങിയിട്ടുള്ളത്. എന്റെ മകൾ എന്തായാലും അവിടെ സേഫ് ആയിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ ലൂക്ക് പറയും ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ കെവിനെ വിളിച്ചിട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് ഹീറോയിനെ സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു മരുന്ന് കഴിച്ചോ ഒരുപാട് ടെൻഷൻ കുറഞ്ഞു കിട്ടും. അതുമല്ല 12 മണിക്കൂറിൽ ഒരു തവണ മാത്രമേ അത് യൂസ് ചെയ്യാവൂ. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ ആപത്തായിരിക്കും. അതുകൊണ്ട് നീ ഇപ്പൊ എന്തായാലും നല്ല ക്ഷീണത്തിലാണ്, നല്ലതുപോലെ ഒന്ന് കുളിച്ചിട്ട് വാ, നിനക്ക് ഞാൻ കോഫി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഹീറോയിനായാലും നേരെ കുളിച്ചിട്ട് അവിടെ ആ ഒരു കണ്ണാടി ഉണ്ട് അതിലൊന്ന് അവളുടെ മുഖമെല്ലാം നോക്കി അവൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോഴത്തേക്കും ഈ ഒരു കണ്ണാടി 3 പാർട്ടായിട്ടാണ് ഉള്ളത്. അതിൽ 2 പാർട്ടിൽ അവൾ നടന്നു പോകുന്നത് പോലെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്തുള്ള അവളുടെ രൂപം മാത്രം പതിയാണ് അനങ്ങുന്നത്. പക്ഷെ ഈ ഒരു കാര്യം അവൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്നും അവൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവളുടെ ആ ഒരു ബെഡ്റൂം കതവ് നോക്കുമ്പോഴത്തേക്കാണ് ഇതിനു മുന്നേ അവൾ മുകളിൽ നിന്ന് ഒരു ഷാഡോ രൂപം കണ്ടിരുന്നല്ലോ. ആ ഒരു രൂപം ഇപ്പോ ഹീറോയിന്റെ റൂമിനകത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നു. അങ്ങനെ ഹീറോയിനായാലും പതിയെ പേടിച്ച് അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. ശരി തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും ആരോ ഒരാൾ അവളുടെ തല പിടിച്ച് ആ ഡോറിന്റെ സൈഡിലായിട്ട് ഒരു ഒറ്റയിടി. പക്ഷെ അത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. നല്ലതുപോലെ രക്തം പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് ലൂക്കായാലും അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയും പറയും ഞാൻ ആ ഒരു സീരിയൽ കില്ലറിനെ കണ്ടിരുന്നു, അവൾ എന്റെ റൂമിനകത്ത് തന്നെയുണ്ട് എന്നിങ്ങനെ പറയുന്നതും ലൂക്കായാലും പെട്ടെന്ന് റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അങ്ങനെ തിരിഞ്ഞു വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിനെ അവിടെ കാണാനില്ല. ഹീറോയിൻ നേരെ മുകളിലേക്ക് പോയി എന്തോ ഒരു സംശയം കാരണം ആ ഒരു ബുക്ക് വന്നിങ്ങനെ വായിച്ചു നോക്കാണ്. അപ്പോഴാണ് അതിൽ മറ്റൊരു കാര്യം എഴുതിയിരിക്കുന്നത് 32 വയസ്സുള്ള ഒരു ലേഡിയെ അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ആ ഒരു സീരിയൽ കില്ലർ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇത്രയും നേരം ഇതിന് മുന്നേ ഇവർ ആ ഒരു ഡയറി വായിക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു കാര്യം എഴുതിയിട്ടില്ലായിരുന്നു. ഇതിപ്പോ പുതുതായിട്ട് എഴുതിയ ഒരു കാര്യമാണ്. അതുമല്ല ബെൻ എന്ന് പറഞ്ഞിട്ടൊരു പേര് ഇതിനു മുന്നേ എഴുതിയിരുന്നല്ലോ, ആ ഒരാളെയാണ് ഇനി കൊല്ലാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഹീറോയിന് മനസ്സിലാവുന്നില്ല. ലൂക്കിനോട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, വേറെ ഏതോ ഒരു സീരിയൽ കില്ലർ എവിടെ ഇരുന്ന് എഴുതുന്ന കാര്യം ഈ ഒരു ബുക്കിൽ എങ്ങനെയാണ് തെളിഞ്ഞു വരുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിന്റെ മുറിവിന് ലൂക്ക് ഇങ്ങനെ മരുന്നെല്ലാം വെക്കുകയാണ്. അല്ല സത്യത്തിൽ നീ ആ ഒരു സീരിയൽ കില്ലറിനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്റെ കൺമുന്നിലൂടെയാണ് എന്റെ റൂമിനകത്തേക്ക് നടന്നു പോയത്. ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ നീ ഒരു ബുക്ക് നോക്ക്, ഇതിലുള്ള ഈ ഒരു ചിത്രം നോക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ബുക്കിൽ വരച്ചിരിക്കുന്ന ഹീറോയിന്റെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ അതില് ഒരു മുറിവുണ്ടായിരുന്നു. അതുപോലെയുള്ള മുറിവ് ഇപ്പോൾ നമ്മുടെ ഹീറോയിന്റെ നെറ്റിയിലും വന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്, എനിക്ക് ആ ഒരു സീരിയൽ കില്ലറിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുപോലെ ഈ ഒരു ബുക്ക് ഞാൻ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു കടയുടെ പേരുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെൻ എന്ന് പറഞ്ഞ ആ ഒരാളെ കണ്ടുപിടിച്ച് അയാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോഴത്തേക്കും നമ്മുടെ ലൂക്ക് എന്തായാലും അത് വിശ്വസിച്ചു. അപ്പോൾ ഇതും എന്തായാലും വിശ്വസിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അടുത്തുള്ള ആ ഒരു ഷോപ്പിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് നേരെ അവിടേക്ക് വരികയാണ്. നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു അമ്മയും കുഞ്ഞും നിൽക്കാണ്. അങ്ങനെ ഇവര് വന്നിട്ട് അല്ല മേഡം ഇവിടെ ബെൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ, ഞങ്ങൾക്ക് അവരോടൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു അമ്മയാണെങ്കിലും പെട്ടെന്ന് ഷോക്കായിട്ട് എന്ത് ബെന്നിനോട് സംസാരിക്കണമെന്നോ, ഇതാണ് ബെൻ എന്നും പറഞ്ഞിട്ട് അവരുടെ കുഞ്ഞുണ്ടല്ലോ ആ ഒരു കുഞ്ഞിന്റെ പേരാണ് ബെൻ. അതുമല്ല അവനിപ്പോ 2 വയസ്സായതേ ഉള്ളൂ. അല്ല നിങ്ങളെ കണ്ടിട്ട് കുറച്ച് ഡിഫറന്റ് ആയിട്ട് തോന്നല്ലോ. ഓ അപ്പൊ നിങ്ങൾ എന്റെ മുൻ ഭർത്താവിന്റെ അടുത്ത് നിന്ന് വന്നാണല്ലേ, ശരി എന്റെ കുഞ്ഞിനെ ഒരിക്കലും അവന് തരത്തില്ല എന്ന് അവനോട് പറഞ്ഞേക്ക് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇവരായാലും പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല. അല്ല എന്താ അത് ഉദ്ദേശിക്കുന്നത്, ആ കില്ലർ ആണെങ്കിലും കൊല്ലാൻ പോകുന്ന ആൾക്ക് 32 വയസ്സാണ് ആ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും വെറും 2 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും അവിടെ നിന്ന് നേരെ തിരിച്ചു പോന്നു. ഹീറോയിൻ ആണെങ്കിലും നേരെ വീട്ടിലേക്ക് വന്നിട്ട് അതുപോലെ നിക്കേനെ ഒരു വിധത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നിക്ക അവളുടെ കൈ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡ്രോയിങ് എല്ലാം വരയ്ക്കാൻ നേരത്ത് ആ ഒരു പെൻസിൽ ഉണ്ടല്ലോ അത് അവളുടെ കൈയിന്റെ നടുവിരലിന്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോഴേക്കും ഹീറോയിൻ പറയും നിക്ക നിന്റെ കയ്യിൽ മുറിവല്ലേ, അതുകൊണ്ട് എന്തായാലും പോയി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് അവളെ നേരെ മുകളിലേക്ക് പറഞ്ഞു വിട്ട ആ ഒരു ഡ്രോയിങ് നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം കെവിൻ ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് വരാണ്. അതുമല്ല നിക്കയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ഗിഫ്റ്റും അവൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അടുത്തൊരു കാര്യം ഇത് കാണുന്നതും അവൾ പേടിച്ചങ്ങനെ നിൽക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ ഒരു വീട്ടിലേക്ക് ഇവർ വരുന്ന സമയത്ത് ആ ഒരു സീരിയൽ കില്ലറിന്റെ ആ ഒരു പെട്ടി ഉണ്ടല്ലോ അതുപോലെയുള്ളൊരു പെട്ടി ഇപ്പോൾ നിക്കയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നു. അതുമല്ല ആ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത്
ഈ സീരിയൽ കില്ലർ ഉപയോഗിക്കുന്ന ആ ഒരു പെട്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പെട്ടിയിലുള്ളത്. ഇതെല്ലാം കണ്ട് ഹീറോയിൻ നല്ലതുപോലെ പേടിച്ച് നേരെ മുകളിലത്തെ ആ ഒരു റൂമിലേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിന് മുന്നേ ഇവിടെ ഇരുന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ, ആ ഒരു പെട്ടി ഇപ്പോൾ കാണാനില്ല. ഒരുപക്ഷെ യഥാർത്ഥ പെട്ടി വന്നതുകൊണ്ടായിരിക്കും ആ ഒരു പഴയ പെട്ടി മറഞ്ഞുപോയത്. അങ്ങനെ ഹീറോയിനായാലും ആ ഒരു സംശയത്തില് പെട്ടിക്കുള്ളിലെ ആ ഒരു ഡയറി എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ബെൻ 3:28 മരിക്കാൻ പോകുന്നുവെന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് കാണുന്ന നമുക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ നടക്കാൻ പോകുന്നതല്ല. ബെൻ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി വളർന്ന് 32 വയസ്സാവുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഡയറിയിൽ ഇപ്പോൾ ഇവർ കാണുന്നത്. അതുപോലെ നിക്കാണെങ്കിലും അവളുടെ കൈ ഉപയോഗിച്ച് എഴുതുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലായിരുന്നു അത് റിയ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് അവളും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി എന്റെ മകൾ നിക്ക തന്നെയാണ് ഫ്യൂച്ചറിൽ ആ ഒരു സീരിയൽ കില്ലറായിട്ട് മാറാൻ പോകുന്നത്. പക്ഷെ എങ്ങനെ, എന്തുകൊണ്ട് അവളെ നല്ല സന്തോഷത്തോടെ കൊണ്ടുപോകാനായിട്ട് ഞാനും കെവിനും ഉണ്ട്, പിന്നെ എന്തുകൊണ്ടായിരിക്കും അവളൊരു സീരിയൽ കില്ലറായിട്ട് മാറുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലൂക്ക് പറയും, നീ അത് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവൾക്കിപ്പോ വെറും 7 വയസ്സ് മാത്രമേ ഉള്ളൂ, ഒരു തീരുമാനം എടുക്കാൻ പോലും അവളെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ ശരി നമുക്ക് അവളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ നേരെ റിയയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരോട് തന്നെ ചോദിക്കാണ്, ഒരു സീരിയൽ കില്ലർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടായിരിക്കും അവർ ആ ഒരു രീതിയിൽ മാറുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് റിയ പറയുന്നത്, ഒന്നുകിൽ അവർ ജനിക്കുമ്പോൾ തന്നെ അവർ ഒരുപാട് വേദനകൾ സഹിച്ചിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ സ്നേഹിക്കുന്ന അത്രയും വിശ്വസിക്കുന്ന ഒരാള് അവർ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ കൊല്ലാനായിട്ട് ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് മാനസികമായിട്ടും അവർ ഒരുപാട് മാറി അവർ തന്നെ സ്വയം അവരെ വെറുത്ത് മനസ്സുകൊണ്ട് ഒരാളെ ആദ്യമായിട്ട് കൊല്ലുന്നത്. അതിനുശേഷം മാത്രമേ അവരൊരു സീരിയൽ കില്ലറായിട്ട് മാറത്തുള്ളൂ. ഇതൊക്കെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ഓക്കെ ഇപ്പോൾ അവൾ സീരിയൽ കില്ലറായിട്ട് മാറിയത് വെച്ചു, അത് എപ്പോഴായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അവൾ അത്രയും സ്നേഹിക്കുന്ന ആരോ ഒരാൾ അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് അവൾ സീരിയൽ കില്ലറായിട്ട് മാറിയിട്ടുള്ളത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാണിക്കുമ്പോഴത്തേക്കും അവിടെ കെവിൻ, മറിയ ഇവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കെവിൻ മറിയയ്ക്ക് 2 കമ്മലുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കമ്മലുകൾ കാണുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പെട്ടെന്ന് ഷോക്ക് ആവുന്നത്. വേറെ ഒന്നല്ല, തന്റെ മകള് മനസ്സറിഞ്ഞ് ആദ്യമായിട്ട് കൊല്ലാൻ പോകുന്നത് മറിയയാണ്. കാരണം ആ ഒരു പെട്ടിക്കുള്ളിൽ ഇതുപോലുള്ള കമ്മലുകൾ ഹീറോയിൻ കണ്ടിരുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മറിയയെ കൊല്ലാൻ പോവാണ്. എന്നിട്ട് ആ ഒരു കമ്മലെടുത്താണ് നിക്ക ആ ഒരു പെട്ടിക്കുള്ളിൽ വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നിട്ട് നിക്കയെ നല്ലതുപോലെ തന്നെ വളർത്തണം, ഒരു കാരണവശാലും അവളൊരു സീരിയൽ കില്ലറായിട്ട് മാറരുത്, അവൾക്ക് ഒരു വിഷമവും വരരുത്, അവളെ നല്ലതുപോലെ തന്നെ വളർത്തണമെന്നും പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് പോലും വെളിയിലേക്ക് വിടുന്നില്ല. സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വയ്യാന്ന് പറയും. കെവിൻ വിളിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കുന്നില്ല. ആ ഡോക്ടർ വിളിച്ചിട്ട് അവനും മറുപടി കൊടുക്കുന്നില്ല. അപ്പൊ ഇത് കണ്ട് നിക്കയാണെങ്കിലും എന്തു പറ്റിയമ്മ, അച്ഛനോട് ഞാൻ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ ആയാലും അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു 6-7 ദിവസം അങ്ങ് പോവാണ്. അങ്ങനെ തുണിയെല്ലാം വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് മുകളെല്ലാവരും നടക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ തന്നെ ഹീറോയിൻ ആൾറെഡി മനസ്സിലായല്ലോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഒരു ഇല്യൂഷൻ പോലെ അവൾ ഈ ഒരു മുറിക്കകത്തെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിഴല് പോലെ കാണുന്നത് തന്റെ മകളാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ മുകളിലേക്ക് ചെന്നിട്ട് നിക്ക, നീ ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് നീ ഒരു വലിയ തെറ്റാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നീ ആരെ കൊല്ലരുത്, ഇതെല്ലാം ഇപ്പൊ തന്നെ നിർത്തണം, നീ ഇങ്ങനെ ആവാനായിട്ട് കാരണം ആരാണ്, അതുമല്ല ആ ഒരു ബുക്കിലാണെങ്കിലും എന്തോ ഒരു അപകടം സംഭവിച്ചതിന് ശേഷമാണ് നീ ഇങ്ങനെ മാറിയതെന്ന് പറഞ്ഞു, അതിന് കാരണം എന്താണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയിന്റെ കൺമുന്നിലെ നിക്കയുടെ ഫ്യൂച്ചറിൽ ആ ഒരു രൂപം ഉണ്ടല്ലോ അത് പെട്ടെന്ന് കൺമുന്നിൽ വന്ന് നല്ല ദേഷ്യത്തിൽ നേരെ താഴെ നിക്കയുടെ റൂമിലേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. ഹീറോയിൻ പുറകെ പോയിട്ട് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് മുന്നേ തന്നെ ഡോർ അടച്ച് അകത്ത് നിന്ന് ഇപ്പൊ നിക്ക കരയുന്ന ശബ്ദം അങ്ങനെ നല്ലതുപോലെ പേടിച്ചു പോയി നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ ആ ഒരു രൂപത്തെ കാണാനില്ല, പകരം കുട്ടിയായിട്ടുള്ള നമ്മുടെ നിക്ക ഒരിടത്ത് പേടിച്ചിരിക്കുകയാണ്. അവളുടെ ചുണ്ടിലൊക്കെ ആണെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് വന്ന നിക്കയുടെ തന്നെ ഫ്യൂച്ചർ അവളെ നല്ലതുപോലെ ഉപദ്രവിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ ഹീറോയിൻ ആയാലും വന്നിട്ട് നിക്കയെ പിടിച്ച് ഒന്നുമില്ല പേടിക്കണ്ടെന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഈ ഡ്രോയിങ് എല്ലാം വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് വെളിയിൽ കെവിൻ വരുന്നു. കെവിൻ പെട്ടെന്ന് തന്നെ ഈ ഒരു വീടിനകത്തേക്ക് വന്നിട്ട് എത്ര നാളായിട്ട് നിന്നെ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തെ, അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവളെ ഞാൻ ഇനി നല്ലതുപോലെ നോക്കിക്കോളാം, നിക്കയെ വിളിക്ക് എന്നെല്ലാം പറയുമ്പോൾ നിക്ക പെട്ടെന്ന് ഇതെല്ലാം കേട്ടിട്ട് നേരെ മുകളിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ അവളുടെ മുഖത്തുള്ള ആ ഒരു മുറിവ് കണ്ടിട്ട് അല്ല നിക്ക എന്താ നീ ചെയ്തേ. അപ്പോൾ കെവിൻ പെട്ടെന്ന് നിക്കയെ വിളിച്ചിട്ട് മോളെ എന്തോ പറ്റി, ആരാ നിന്നെ ഇങ്ങനെയെല്ലാം ചെയ്തേന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും നിക്ക മുകളിലേക്ക് പോകുന്നു പറയുമ്പോൾ കെവിൻ പെട്ടെന്ന് അപ്പൊ അങ്ങനെയാണല്ലേ, എന്റെ മകളെ എന്നിൽ നിന്ന് പിരിക്കാനാണ് നീ ശ്രമിക്കുന്നത്, അതിനുവേണ്ടിയാണോ നീ അവളെ ഉപദ്രവിച്ചത്, ഇനി എന്തായാലും ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല, നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ പോവാണ് എന്ന് പറഞ്ഞ് കെവിൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ കെവിൻ അവിടെ നിന്ന് പോകുന്നതും ലൂക്ക് നേരെ അവിടേക്ക് വന്നിട്ട് നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ആഴ്ചയിലെ 2 ദിവസം കെവിനോടൊപ്പം അവളെ വിടണമെന്നുള്ളത് നിയമപരമായിട്ട് കോടതിയിൽ നിന്ന് പറഞ്ഞതാണ്, അത് നീ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാല് പിന്നീട് നിക്കയെ നിനക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ ഹീറോയിൻ പറയും അതൊക്കെ പോട്ടെ, ഞാൻ ഇന്നലെ ഫ്യൂച്ചറിൽ നിക്കയെ കണ്ടു, മുകളിൽ വെച്ചിട്ട് ഞാൻ അവളോട് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്
ചെയ്യുന്നതെന്ന്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അവൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന് റൂമിലുള്ള നിക്കയെ നല്ലതുപോലെ ഉപദ്രവിച്ചു. അപ്പോൾ ലൂക്ക് ചോദിക്കും, ഓ അങ്ങനെയാണെങ്കിൽ അവളെ തന്നെ അവൾ കണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൾ റൂമിൽ എന്താണ് സംഭവിച്ചെന്ന് അവൾക്ക് അറിയത്തില്ല. ഇനിയിപ്പോ എന്തൊക്കെയായാലും എന്റെ മകളെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ, അതുകൊണ്ട് മറിയ മരിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ലൂക്ക് പറയും, അതിന് വീട്ടിൽ തന്നെ അടച്ചു വെക്കാൻ പോവാണോ? ഇപ്പൊ തന്നെ നിക്ക മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് വീട്ടിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല, നീ കെവിനോടൊപ്പം അവളെ പറഞ്ഞു വിട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് വെളിയിലേക്ക് പോലീസ് വരാണ്. കെവിൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്, അതുകൊണ്ട് വേറെ വഴിയില്ലാതെ നമ്മുടെ നിക്കയെ കെവിനോടൊപ്പം തന്നെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കെവിന്റെ വീട്ടിൽ ഇവരെല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്താണ് മറിയ നിക്കയോട് പറയുന്നത്, നിക്ക നമുക്ക് നാളെ എന്തായാലും മീൻ പിടിക്കാനായിട്ട് പോവാം, ടിക്കറ്റ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ നിക്ക വിട്ടെന്ന് പറയും, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എവിടെയും വരാൻ പോകുന്നില്ല. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, നീ കെവിന്റെ ഗേൾ ഫ്രണ്ട് ആണ്, എന്റെ ഫ്രണ്ട് അല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേട്ട കെവിൻ പെട്ടെന്ന്, എന്ത് കെവിനോ? അപ്പൊ നീ എന്നെ അച്ഛന്ന് വിളിക്കത്തില്ലേ? എനിക്ക് എന്റെ അമ്മേനാണ് ഒരുപാട് ഇഷ്ടം, എനിക്ക് അമ്മയോടൊപ്പം തന്നെ കഴിയണം എന്നെല്ലാം പറയുമ്പോൾ കെവിൻ പറയും, ഓ അപ്പൊ ആ ഒരു രീതിയിൽ നിന്റെ അമ്മ നിന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടല്ലേ എന്ന് പറയുന്നത് നിക്ക പറയും, ഇനി ഇങ്ങനെ സംസാരിക്കരുതെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ലൂക്കും അവളും ഈ ഒരു ഡയറിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ബെൻ എന്ന് പറഞ്ഞ ഒരാളെ കൊന്നതായിട്ട് അതിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഹീറോയിനെ കഴിക്കാനായിട്ട് ലൂക്ക് ഇതിനു മുന്നേ മരുന്ന് കൊടുത്തിരുന്നല്ലോ, അത് 12 മണിക്കൂറിൽ ഒരു തവണ കഴിക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവളാണെങ്കിൽ ടെൻഷനില്ലേ ഓരോ മണിക്കൂർ കൂടുമ്പോഴത്തേക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റൊരു മരുന്ന് കൊടുത്ത് അവളെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും ഇങ്ങനെ കുലുങ്ങുന്നു, ചെറിയ രീതിയിലെ ഭൂമി കുലുക്കം സംഭവിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും ചെറിയ രീതിയിൽ പേടിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഹീറോയിൻ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇതുപോലെ ആ ഒരു ഡയറിയിൽ എഴുതിയിരുന്നല്ലോ എന്തോ ഒരു അപകടം സംഭവിക്കുന്ന സമയത്താണ് അവളൊരു സൈക്കോ ആയിട്ട് മാറിയെന്ന്. ഒരുപക്ഷെ ഇതായിരിക്കും ആ ഒരു അപകടം, അതുകൊണ്ട് ഇന്ന് തന്നെ ആയിരിക്കും അവൾ ആദ്യത്തെ കൊല ചെയ്യാൻ പോകുന്നത് എന്നുള്ള പേടിയിൽ ഹീറോയിൻ നേരെ കെവിന്റെ വീട്ടിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. കാരണം എങ്ങനെയെങ്കിലും നിക്ക അവളെ കൊല്ലുന്നത് തടഞ്ഞു പറ്റൂ. അതേസമയം ഇവിടെ നിക്കയെ കാണിക്കുമ്പോൾ കെവിനും മറിയും ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ കത്രിക എടുത്ത് നിക്ക അകത്തേക്ക് ഇങ്ങനെ കയറി വരികയാണ്. എന്തായാലും മറിയെ കൊല്ലുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നേരെ അടുത്തേക്ക് വന്ന് മറിയയുടെ 2 കമ്മലെടുത്ത് പോക്കറ്റിലേക്കിട്ട് അത് കഴിഞ്ഞ് ആ ഒരു കത്രിക എടുത്ത് മറിയയുടെ ആ ഒരു മുടിയുണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. ആ ഒരു സമയത്ത് മറിയ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവര് രണ്ടുപേരും അങ്ങ് പേടിച്ചു പോകും. അതുമല്ല കെവിൻ എഴുന്നേറ്റിട്ട് ഈ ഒരു കാര്യം കണ്ട് നിക്കയെ വിളിച്ചിട്ട് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് മറിയോട് പറയും, മറിയ നീ വെളിയിൽ ഇറങ്ങണ്ട എന്നും പറഞ്ഞ് വെളിയിലേക്ക് വന്നിരുന്ന് നിക്ക ഇങ്ങനെ വഴക്ക് പറയാണ്, ഏയ് നീ എന്താ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിനക്ക് എന്താ ഭ്രാന്താണോ എന്നെല്ലാം ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും നിക്കയാണെങ്കിലോ എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് ഇങ്ങനെ കരയാൻ തുടങ്ങും. അതുപോലെ കെവിൻ ആണെങ്കിൽ അവളെ ഒരിടത്ത് ഇരുത്തിയിട്ട് ഓക്കെ സംസാരിക്കാന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിൻ കെവിന്റെ വീട്ടിലേക്ക് വന്നു. അതുപോലെ ഇവർ രണ്ടുപേരും ആൾറെഡി ഈ ഒരു വീട്ടിലാണ് താമസിച്ചത്, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറാനായിട്ടുള്ള സ്പെയർ ആയിട്ടുള്ള ഒരു കീ അവളുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ച് ഈ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ കെവിൻ നിക്കയോട് പറയും, ഇല്ല ഇനി ഒരിക്കലും നിന്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ നിന്നെ വിടത്തില്ല, നീ ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി, എന്നോടൊപ്പം ഇനി എന്നോടൊപ്പമാണ് ഇവിടെ കഴിയേണ്ടത് എന്നുള്ള രീതിയിൽ അവളെ ഇങ്ങനെ പിടിക്കാനായിട്ട് വരുമ്പോൾ നിക്ക പെട്ടെന്ന് കെവിന് ഒരു ഒറ്റത്തള്ള്. അതുപോലെ പടിക്കെട്ടിന്റെ മുകളിലായതുകൊണ്ട് പെട്ടെന്ന് അവൻ താഴേക്ക് ഉരുണ്ട് വീഴുന്നതും ഹീറോയിൻ അകത്തേക്ക് കയറുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഓടി ആ ഒരു റൂമിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് തല ഇടിച്ച് താഴെ വീണ കെവിൻ മരിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത്. മുകളിലെ നിക്കയെ നിൽക്കുന്നു. അങ്ങനെ മറിയയും ഹീറോയിനും രണ്ടുപേരും ഇത് കണ്ട് നല്ലതുപോലെ കരഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോലീസ് ഇവിടേക്ക് വന്ന് കെവിന്റെ ശരീരം വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അതേപോലെ തന്നെ പോലീസ് നമ്മുടെ നിക്കയെ മാറ്റിയിരുത്തിയിട്ട് അവളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറിയോടും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിക്ക എന്ത് ചെയ്യേണ്ടെന്നാണോ നമ്മുടെ ഹീറോയിൻ ആലോചിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി എന്തായാലും അവളൊരു സീരിയൽ കില്ലറായിട്ട് മാറാൻ പോവാണ് എന്നുള്ള പേടിയിൽ ഹീറോയിൻ ഇങ്ങനെ നിൽക്കുന്നു. അതേസമയം പോലീസ് നിക്കയെ കൊണ്ടുപോകാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് അപ്പോഴേക്കും ലൂക്ക് വന്നിട്ട് ഹീറോയിനോട് പറയും, നിന്റെ മകളെ ഇനി എന്തായാലും നിനക്ക് കാണാൻ കഴിയത്തില്ല, അവളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അതേസമയം ലൂക്കിന്റെ അടുത്തേക്ക് വന്ന ആ ഒരു പോലീസ് ഓഫീസർ അവനെ വിളിച്ച് അകത്തേക്ക് പോകുന്നു എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഹീറോയിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് എനിക്ക് കുടിക്കാനായിട്ട് ഇത്തിരി വെള്ളം വേണം, ഒന്ന് എടുത്തുകൊണ്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരനായാലും പതി അകത്തേക്ക് പോകുന്ന സമയത്ത് വെളിയിൽ വേറെ ആരും ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് നിക്കയെ വിളിച്ച് അവളുടെ കാറിലെത്തി വേറെ ആരും അറിയാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്ങ് പോവാണ്. അങ്ങനെ നിക്കയും കൊണ്ട് പോകുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്ത നമ്മുടെ നിക്ക അവളുടെ അച്ഛൻ മരിച്ചു എന്നിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ സാധാരണ രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ ആയാലും പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോയി. അവൾ ചോദിക്കുന്നില്ല, അല്ല മരിച്ചത് നിന്റെ അച്ഛനല്ലേ, നിനക്കൊരു ഫീലിംഗ്സും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഹീറോയിൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നിക്കയെ വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ നിക്ക എന്തായാലും ഒരു സീരിയൽ കില്ലറായിട്ട് മാറും, അത് കഴിഞ്ഞ് ഒരുപാട് പേരെ കൊല്ലും, അതൊരിക്കലും അനുവദിക്കരുത്, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ മകള് മറ്റൊരാളെയും കൊല്ലരുതെന്നുള്ള രീതിയിൽ ഓടിച്ചുകൊണ്ടിരുന്ന കാറ് ഹീറോയിൻ പെട്ടെന്ന് അങ്ങ് തിരിച്ചു കൊടുക്കാണ്. അപ്പോൾ ഇത് നിയന്ത്രണമില്ലാതെ പെട്ടെന്ന് കാടിനടുത്തേക്ക് ഇടിച്ച് കയറി നല്ല രീതിയിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ കണ്ണു തുറക്കുമ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അതുപോലെ ഹീറോയിന്റെ പല ഭാഗങ്ങളിലെ എല്ലെല്ലാം പൊട്ടി ഇപ്പൊ അനങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ തന്നെ ഹീറോയിൻ ആലോചിക്കുന്നുണ്ട്, ഇത്രയും വലുതായ എന്റെ അവസ്ഥ ഇതാണെങ്കിൽ കുട്ടിയായിട്ടുള്ള നിക്ക എന്തായാലും മരിച്ചു കാണും എന്നുള്ള രീതിയിൽ ഹീറോയിൻ നല്ലതുപോലെ കരയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് അടുത്ത് നിന്നും എന്താമ്മ എന്നും പറഞ്ഞിട്ട് ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, നിക്കയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അവള് മരിച്ചിട്ടില്ല, പരിക്കെല്ലാം പറ്റിയിട്ടുണ്ട്, അങ്ങനെ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നു. അതുമല്ല ഹീറോയിനോട് ചോദിക്കും, അമ്മയോടൊപ്പം ചേർത്തിട്ട് എന്നെ കൊല്ലാനായിട്ടാണ് ശ്രമിച്ചത്. അതുമല്ലാതെ ഹീറോയിനെ നോക്കി നല്ലതുപോലെ ദേഷ്യപ്പെടുന്നു. ഇതിലൂടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെയാണ് ആ ഒരു മൂവിയിലെ മെയിൻ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്, വേറെ ഒന്നുമല്ല, സത്യത്തിലെ നിക്ക അവളുടെ അച്ഛനെ
കൊല്ലണമെന്നുള്ള ആ ഒരു ചിന്തയിലല്ല അതുപോലെ തള്ളിയിട്ടത്. പക്ഷെ അവള് പോലും അറിയാതെ ആ ഒരു അപകടത്തിൽ അവളുടെ അച്ഛൻ മരിക്കുമായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിൻ തന്റെ മകള് മനഃപൂർവ്വമാണ് അവളുടെ അച്ഛനെ കൊന്നത്, അതുകൊണ്ട് അവളൊരു സീരിയൽ കില്ലറായിട്ട് മാറി എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയില് നമ്മുടെ നിക്കയെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. അതുപോലെ ലുക്കിന്റെ ഫ്രണ്ട് ആണെങ്കിലും പറയുന്നുണ്ടല്ലോ, ഒരു സീരിയൽ കില്ലറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുട്ടിക്കാലം മുതൽ എന്തെങ്കിലും വേദനകൾ സഹിച്ചായിരിക്കണം ആ ഒരാൾ ജീവിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ താൻ അത്ര ഇഷ്ടപ്പെട്ട സ്നേഹിക്കുന്ന ഒരാള് അവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലേ അവളുടെ മൈൻഡ് മാറി അവളൊരു സീരിയൽ കില്ലറായിട്ട് മാറത്തുള്ളൂ. അതുപോലെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിക്ക അറിഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് കൊല്ലാൻ പോകുന്നത് നമ്മുടെ ഹീറോയിനെ തന്നെയാണ്. അത് ഹീറോയിൻ വിചാരിച്ചതുപോലെ കെവിനൊന്നുമല്ല, തന്റെ മകളുടെ കൈ കൊണ്ട് മരിക്കാൻ പോകുന്നത് ഹീറോയിൻ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹീറോയിനും നിക്കും ഈ ഒരു കാര്യങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലായെന്നല്ലേ. ഇവർക്ക് അവസാനമായിട്ട് ഇപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചല്ലോ, അതിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഫ്യൂച്ചർ കാണാനായിട്ടുള്ള ആ ഒരു പവർ കിട്ടി. അതിലൂടെ തന്നെ നിക്ക മനസ്സിലാക്കി ഇതുപോലെ അറിയാതെ തന്റെ അമ്മ തന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഇതുപോലെ താൻ ഒരു സീരിയൽ കില്ലറായിട്ട് മാറി തന്റെ അമ്മയെ തന്നെ കൊന്നു. ആ ഒരു കാര്യം നമ്മുടെ ഹീറോയിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളായിട്ട് തന്നെ ആ ഒരു ഡയറിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചത്. പക്ഷെ ഹീറോയിനെ അതൊന്നും മനസ്സിലായതുമില്ല. അവസാനം കുറച്ച് വെപ്രാളപ്പെട്ട് തന്റെ മകളെ താൻ തന്നെ കൊല്ലുമായിരുന്നു. ഇതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് അറിയാമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്തേക്കുക. അതേപോലെ തന്നെ മൂവിയുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.